ഹലോ, വെൽക്കം ടു സല്ലൂസ് ഹോം. ഇന്നൊരു നാടൻ ബീഫ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, 1.5 മുറി തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ഉള്ളി ചതച്ചത്, മല്ലിയില, ക്രഷ് ചെയ്ത മുളക്, കുരുമുളകും മുളക് പൊടിയും, മല്ലിപ്പൊടി, ബീഫ് മസാല, മഞ്ഞൾപ്പൊടി, ഗരം മസാല, 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു കുക്കർ എടുത്ത് അതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അല്പം വെള്ളവും കൂടി ചേർത്ത് കുക്കർ അടക്കാം. നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. ബീഫ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ചട്ടി വെക്കാം. മൺചട്ടി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറിയ ഉള്ളി ചതച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൽ നമുക്ക് സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഉള്ളിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ പൊടികളെല്ലാം ചേർക്കാനുണ്ട്. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ബീഫ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ബീഫിൻ്റെ കുറച്ച് സ്റ്റോക്ക് വേണം, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. മസാല ഇവിടെ ആയിട്ടുണ്ട്. ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിൽ നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലോണം ഇളക്കി അതിൽ നമുക്ക് കറിവേപ്പിലച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിൽ ബീഫ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില നല്ലോണം ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ബീഫ് ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിൽ ക്രഷ് ചെയ്ത മുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൽ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിൽ നമുക്കിടേണ്ടത് കസ്തൂരി മെത്തിയും കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്ത് ഒന്ന് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി നമുക്ക് ബീഫ് അടച്ചു കൊടുക്കാം. ഓൾമോസ്റ്റ് ഇവിടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.